സ്വാഗതം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇതുവരെ കാണാത്ത കാര്യമാണ്, പഠിക്കാത്ത കാര്യമാണ് പറയുന്നത്. രണ്ട് സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് എടുത്ത് അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ടാണ് E1ഉം E2ഉം EMFs ഉള്ള രണ്ട് സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇഫക്റ്റീവ് EMF ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 ആയിരിക്കും. ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇനി തിരിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കണക്ഷൻ. ഇത് രണ്ടും സീരീസ് കണക്ഷനാണ്. ഒരിടത്ത് നെഗറ്റീവ് ടു പോസിറ്റീവ് അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുക, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് വരുന്നു. ഒരേ ടൈപ്പ് പൊളാരിറ്റിയുള്ള ടെർമിനൽസാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു E1 ഡിഫറൻസ് E2, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. R ഇക്വലൻ്റ് സെയിം ആണ്, R1 പ്ലസ് R2 ആയിരിക്കും. ഇനി സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുക അല്ലേ. ഇങ്ങനെ സെല്ലിൻ്റെ പോസിറ്റീവ്സ് തമ്മിൽ കണക്ട് ചെയ്യാം, നെഗറ്റീവ്സ് തമ്മിൽ കണക്ട് ചെയ്യാം. E1 E2 ഇത് രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ് R ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2. അതായത് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആ ഫോർമുല. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് E ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു E1 ഇൻറ്റു R2 പ്ലസ് E2 ഇൻറ്റു R1 ബൈ R1 പ്ലസ് R2. ഈ ഫോർമുല പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. രണ്ട് സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റീവ് EMF ഇസ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. അതായത് E ഇക്വലൻറ്റ് ബൈ R ഇക്വലൻറ്റ് ഇസ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ബൈ R2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെല്ലിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷനിൽ പഠിച്ചു വയ്ക്കുക. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് RT, റെസിസ്റ്റൻസ് അറ്റ് T ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T എന്നുള്ള ഫോർമുല പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് നോക്കി വയ്ക്കുക. മറ്റൊരു ക്വസ്റ്റ്യനാണ് ചാർജ്ഡ് കപ്പാസിറ്റേഴ്സ് വെൻ ദി പ്ലേറ്റ്സ് ഓഫ് ചാർജ്ഡ് കപ്പാസിറ്റർ ഓഫ് സെയിം പൊളാരിറ്റി ആർ കണക്റ്റഡ് ടുഗദർ. രണ്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുകയാണ് ഒരുമിച്ച്. അത് സെയിം പൊളാരിറ്റിയുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് ഒരുമിച്ച് കണക്ട് ചെയ്താൽ ചാർജിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. മനസ്സിലായി? 2 ചാർജ്ഡ് കപ്പാസിറ്റേഴ്സ് ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജസിൻ്റെ എന്തൊരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഒരു കോമൺ പൊട്ടൻഷ്യലിൽ എത്തിച്ചേരും. ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2. C1 C2 കപ്പാസിറ്റൻസും V1 V2 അവിടുത്തെ അത് അറ്റൈൻ ചെയ്യുന്ന പൊട്ടൻഷ്യലും ആണെങ്കിൽ ആണ്. ഇത് സെയിം പൊളാരിറ്റിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ when the plates of charged capacitor of same polarity are connected together, the common potential attained is C1 V1 plus C2 V2 by C1 plus C2. ഇനി ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അറ്റൈൻ ചെയ്യുന്ന കോമൺ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ C1 V1 ഡിഫറൻസ് C2 V2 ബൈ C1 പ്ലസ് C2. അതായത് ഇതിലെ വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യണം ഓപ്പോസിറ്റ് പൊളാരിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഈ ഷെയറിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഷെയറിങ് is equal to half into C1 C2 into V1 minus V2 the whole square by C1 plus C2. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ഇൻറ്റു, അതായത് രണ്ട് കപ്പാസിറ്റേഴ്സ് ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസ് ഓഫ് എനർജി ഹാഫ് ഇൻറ്റു C1 C2 ഇൻറ്റു V1 മൈനസ് V2 the whole square divided by C1 plus C2. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യുന്നത് C1 V1 ഡിഫറൻസ് C2 V2 ബൈ C1 പ്ലസ് C2 ആണ്. പൊളാരിറ്റി ഓപ്പോസിറ്റ് കണക്ട് ചെയ്താൽ സെയിം പൊളാരിറ്റി ആണെങ്കിൽ C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2. സൈക്ലോട്രോൺ ഫ്രീക്വൻസി മ്യൂ ഈക്വൽ ടു BQ ബൈ 2πm. അയോൺസ് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം എനർജി സൈക്ലോട്രോണിൽ ഹാഫ് D² Q² R² ബൈ m. R എന്ന് പറയുന്നത് ഈ ഡീസിൻ്റെ റേഡിയസ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. അവിടെ നിന്ന് ഒരു പ്രോബ്ലം എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അവിടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ബീറ്റ. AC കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ബൈ ചേഞ്ച് ഇൻ ബേസ് കറണ്ട്. ഇനി ബീറ്റ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ DC കറണ്ടിൻ്റെ ആണെങ്കിലും IC ബൈ IB. ദെൻ
വോൾട്ടേജ് ഗെയിൻ എ വി ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആർ ഒ ബൈ ആർ ഐ, ബീറ്റ എ സി ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇതെല്ലാം പ്രോബ്ലത്തിൽ തന്നിട്ടായിരിക്കും എ വി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഇത് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്, വോൾട്ടേജ് ഗെയിൻ ആണ്. അതുപോലെ പവർ ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ പോലെ പവർ ഗെയിൻ ഇസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ ഇൻറ്റു ആർ ഒ ബൈ ആർ ഐ. അതായത് പവർ ഗെയിൻ എന്ന് വെച്ചാൽ ബീറ്റ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ആണ്. പവർ ഗെയിൻ ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ, ബീറ്റ ഇൻറ്റു എ വി ആണ് പവർ ഗെയിൻ. സോ എ വിക്ക് പകരം ബീറ്റ എ സി ഇൻറ്റു ആർ ഒ ബൈ ആർ ഐ എന്ന് കൊടുത്തു, ബീറ്റ സ്ക്വയർ ഇൻറ്റു ആർ ഒ ബൈ ആർ ഐ. ഇത് വെച്ചിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബീറ്റ തരും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസും തന്നിട്ട് പവർ ഗെയിൻ ആയിരിക്കും ചോദിക്കുന്നത്. കാണാതെ പഠിച്ചു വെക്കാം, ബീറ്റ സ്ക്വയർ ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് സെനർ ഡയോഡ്. സെനർ ഡയോഡ് എപ്പോഴും ഒരു പ്രധാന ക്വസ്റ്റ്യനാണ്. സെനർ ഡയോഡ് ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഡയോഡാണ്. ഇതിനെ സെനർ ഒരു വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് സെനർ ഉപയോഗിക്കുമ്പം സെനറിന് സീരീസ് ആയിട്ട് ഒരു RS റെസിസ്റ്റൻസ് വയ്ക്കുന്നു, അതിന് പാരലായിട്ട് ഒരു RL റെസിസ്റ്റൻസും വയ്ക്കുന്നു. ഇതാണ് സെനർ ഒരു വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ സെനറിലൂടെ പോകുന്ന കറണ്ട് IZ ഇവിടെ പോകുന്ന കറണ്ട് IL ആണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് I ഈക്വൽ ടു IZ പ്ലസ് IL ആയിരിക്കും. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VZ എന്ന് പറയുന്നത് ഈ RLന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VRLന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് DC വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇനി മാഗ്നിഫിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. മാഗ്നിഫിക്കേഷനിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ മിററിൻ്റെ മാഗ്നിഫിക്കേഷനാണ് M ഈക്വൽ ടു -V/U. ഈ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും, റിയൽ ആണെങ്കിൽ കോൺകേവ് മിറർ ആയിരിക്കും. കോൺകേവ് മിറർ മാത്രമേ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നുള്ളൂ. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് M ഈക്വൽ ടു -2 ആകാം, M ഈക്വൽ ടു -1/2 ആകാം. ഫ്രാക്ഷൻ വന്നാലും എങ്ങനെ വന്നാലും റിയൽ ഇമേജ് കോൺകേവ് മിറർ. ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവാം. പോസിറ്റീവ് ആയാൽ ഇമേജ് ഈസ് വെർച്വൽ. അവിടെ രണ്ട് മിററും വരാം, കോൺകേവും വരാം കോൺവെക്സും വരാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, M ഈക്വൽ ടു +2 അല്ലെങ്കിൽ M ഈക്വൽ ടു +1 ഇങ്ങനെ വന്ന ഹോൾ നമ്പർ വന്നാൽ അതൊരു കോൺകേവ് മിറർ ആയിരിക്കും, കോൺകേവ് മിറർ. ഇനി M ഈക്വൽ ടു +1/2, M ഈക്വൽ ടു +1/3 ഇങ്ങനെ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ കോൺവെക്സ് മിറർ ആയിരിക്കും. കാരണം കോൺവെക്സ് മിറർ ഫോം ചെയ്യുന്ന കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യൂ. അതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും, സൈസ് ചെറുതായിരിക്കും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഇമേജ് ബൈ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സൈസ് ഇമേജിൻ്റെ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ കുറഞ്ഞ ഫ്രാക്ഷൻസ് വരുന്നു. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവും ഒന്നിനേക്കാൾ കുറഞ്ഞ നമ്പറും ആണെങ്കിൽ അത് കോൺവെക്സ് മിററും ഡിമിനിഷ്ഡും ആയിരിക്കും. ഇമേജ് വെർച്വൽ ഇമേജ് തന്നെയാണ്. പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ഇമേജ്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് 1, 2 അങ്ങനെ നമ്പേഴ്സ് വന്നാൽ കോൺകേവ് മിറർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/p വിച്ച് ഇസ് ഈക്വൽ ടു h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി. 2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ് തന്നിരിക്കുന്നത് ഇത്. ഇനി ഇലക്ട്രോൺസിനെ ഒരു V വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യുന്നു. ദെൻ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു √150/V ആങ്സ്ട്രം. തെറ്റരുത്, നാനോമീറ്റർ അല്ല. നേരത്തെ ഏതെങ്കിലും വീഡിയോയിൽ നാനോമീറ്റർ ഇത് ആങ്സ്ട്രം ആണ്. √150/V ആങ്സ്ട്രം, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 12.27 ആങ്സ്ട്രം ആണ്. ഇതിനെ 1 പോയിൻ്റ് ആക്കിയാലേ നാനോമീറ്റർ ആവും. ദെൻ അതുപോലെ തന്നെ ലാംഡ ഇസ് ഈക്വൽ ടു, ഇത് ഇലക്ട്രോണിൻ്റെ കേസിലാണ് ഈ രണ്ട് ഫോമുലയും വന്നത്, അല്ലാതെ ജനറലി h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി വരാം. ഓക്കെ, ഇനി LCR സർക്യൂട്ടിൽ Z ഇസ് ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ വരുന്നു. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XL ഈക്വൽ ടു XC, Z ഇസ് ഈക്വൽ ടു R വരുന്നു. മാക്സിമം കറണ്ട് സർക്യൂട്ടിലൂടെ പോകുന്ന കണ്ടീഷനാണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്.
ദെൻ റെസൊണൻസ് ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 1/2π√LC ആണ്. ഓക്കെ, പിന്നെ പവർ പി ഈക്വൽ ടു V0 I0 × 2 × cos φ, അല്ലെങ്കിൽ ആവറേജ് പവറാണ്, അല്ലെങ്കിൽ VRMS × IRMS × cos φ പവർ ഫാക്ടർ. VRMS is equal to V0/√2 ആണ്, അത് കൊടുത്തതാണ് ഇക്വേഷൻ. IRMS is equal to I0/√2. cos φ പവർ ഫാക്ടറാണ്. cos φ ഈക്വൽ ടു R/Z എന്നാണ് വരുന്നത്. cos φ is equal to R/Z. റെസിഡൻസ് കണ്ടീഷനിൽ Z is equal to R ആണ്. ദെൻ cos φ equal to R/R. cos φ 1 ആവുന്നു. റെസിഡൻസ് കണ്ടീഷനിലെ പവർ ഫാക്ടർ 1 ആണ്. ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററും അമീറ്ററും ആക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ ആണെങ്കിൽ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഫോമുല കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് R ഈക്വൽ ടു V/IG - G. ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് IG, ക്യാപിറ്റൽ G ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. ഇനി ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ്, അതിനെ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് എന്നാണ് പറയുന്നത്. S is equal to IgG/I - IG എന്നാണ് S കണ്ടുപിടിക്കാനുള്ള ഫോമുല. S is equal to IgG/I - IG.